ജാതകത്തിൽ എല്ലാം അനുകൂലമായിട്ടും നമുക്ക് അനുഗ്രഹം വരണം എന്നില്ല. പ്രത്യേകിച്ച് സന്താന ദുരിതങ്ങൾ അല്ലെങ്കിൽ ജാതകവശാൽ തൊഴിൽ സംബന്ധങ്ങളായ തടസ്സങ്ങൾ എന്തെല്ലാം ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും ലഭിക്കാതെ വരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആലോചിക്കുക, പിതൃദോഷമാകാം അതിനെല്ലാം കാരണം. ഈ കർക്കിടക വാവിന് ഇപ്രകാരം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അനുഷ്ഠിക്കുക. തീർച്ചയായിട്ടും 100% കുടുംബത്തിനും നമുക്കും ഇത് ശ്രേയസ് കൊണ്ടുവരും എന്നുള്ളതിൽ സംശയമില്ല. എല്ലാവരും ഇത് ചെയ്യണം. കർക്കിടക വാവ് ബലി നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അതിനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം നിർബന്ധമായും നമ്മുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും നമ്മുടെ എല്ലാ വ്യവഹാരങ്ങൾക്കും അനുഗ്രഹം കിട്ടാൻ നിർബന്ധമായും പിതൃകർമ്മം അല്ലെങ്കിൽ പിതൃക്കളുടെ പ്രീതിക്കായി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വിഷയം. പിതൃപ്രീതി എന്നുള്ളത് വളരെ പ്രാധാന്യം തന്നെയുള്ള ഒരു വിഷയമാണ്. ഭാരതീയ ഹൈന്ദവ സങ്കല്പങ്ങളിൽ 3 കടങ്ങൾ നമുക്ക് വീട്ടാൻ പറ്റില്ലത്രേ. 3 ഋണം: ദേവഋണം, ഋഷിഋണം, പിതൃഋണം. ഋണം എന്ന വാക്കിന്റെ അർത്ഥം കടം എന്നാണ്. എത്രയായാലും നമുക്ക് തീർക്കാൻ സാധിക്കാത്ത കടങ്ങളാണ് ദേവന്മാരോടുള്ളത്. എന്ന് വെച്ചാൽ മഹായജ്ഞങ്ങളിലൊക്കെ ഈ ഋണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രകൃതിയിൽ നമുക്ക് വിഭവങ്ങൾ തരുന്ന ഭൂമി, അഗ്നി, ജലം ദേവന്മാരോട് ഉള്ളതാണ് ഋണം, ദേവഋണം. ദേവഋണം തീർക്കാനാണത്രേ നമ്മൾ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുന്നത്. ക്ഷേത്രങ്ങളിലെ പൂജാ സമ്പ്രദായങ്ങൾ, ഹോമങ്ങൾ ഇതൊക്കെ നമ്മൾ ആചരിക്കുന്നത് ദേവന്മാരോടുള്ള കടം അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഋഷിമാരോടുള്ള കടം തീർക്കാൻ ചെയ്യാൻ കഴിയുന്നത് അവർ പറഞ്ഞു തന്നിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നാണ്. രാമായണ മഹാഭാരതങ്ങളും ഭഗവത്ഗീത വിഷയങ്ങളും വേദാദി ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഋഷിമാരോടുള്ള കടം തീർക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അതിൽ വളരെ പ്രാധാന്യമുള്ളൊരു കടമാണ് പിതൃഋണം എന്ന് പറയുന്നത്. വലിയൊരു കടമാണ് പിതൃക്കളോടുള്ള കടപ്പാട്. കടം എന്ന വാക്ക് പറഞ്ഞ് നമുക്കതിനെ സാധൂകരിക്കാൻ പറ്റില്ല. അത് വലിയൊരു കടപ്പാടാണ്. നമ്മുടെ പൂർവിക പിതാക്കന്മാരോട് നാം നിർബന്ധമായും വച്ചിരിക്കേണ്ട വലിയൊരു കടപ്പാട് തന്നെയാണ് പിതൃഋണം. നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കണമെങ്കിലും നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിലും തീർച്ചയായും നമ്മുടെ ഏത് കർമ്മ മേഖലയിലും നന്നായി വരണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഗൃഹകാര്യങ്ങൾ ശുഭമായിട്ട് വരണമെങ്കിലും പിതൃക്കളുടെ പ്രീതി അത്യന്തം ആവശ്യമാണ്. ബാക്കി എന്തൊക്കെ പോലെ കുടുംബദേവതയെ അല്ലെങ്കിൽ ധർമ്മദേവതാ പ്രീതി നമ്മൾ നടത്തുകയും ഗൃഹത്തിലെ വാസ്തു വളരെ ശരിയായിട്ട് നടന്നു കഴിഞ്ഞാലും സർപ്പദോഷ ദുരിതങ്ങളും ഒന്നും നമുക്ക് വരാതിരിക്കാനും എല്ലാം പിതൃതർപ്പണം വഴി നമുക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നമ്മുടെ ജാതകത്തിൽ ഇപ്പോഴുള്ള ദശാകാലം വളരെ അനുകൂലമാണ്. എങ്കിൽ പോലും നമുക്ക് ജീവിതത്തിൽ വളരെ ശുഭകരമായ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അശുഭമായ കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുഃഖമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ പ്രധാനമായും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പിതൃപ്രീതിയെക്കുറിച്ചാണ്. ഈ പിതൃപ്രീതി നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലെല്ലാം വിഷമിക്കാൻ തയ്യാറാവേണ്ടതാണ്. ജ്യോതിഷത്തിലായാലും തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാലും ഇതിനെല്ലാം തന്നെ ഈ പിതൃക്കളുടെ ഒരു അനുഗ്രഹം ആവശ്യമാണ്. ഈ പിതൃബലി നൽകുന്ന മന്ത്രത്തിൽ തന്നെ ഞാനും എൻ്റെ മാതൃവംശവും എൻ്റെ പിതൃവംശവും എൻ്റെ അമ്മാവൻ്റെ തുടങ്ങിയ വംശവും എൻ്റെ വംശപരമ്പരയിൽ ആർക്കൊക്കെ ആൺസന്താനങ്ങൾ ഇല്ലാതെ പോയി, പരമ്പരകൾ ഇല്ലാതെ പോയി, അവർക്കെല്ലാം വേണ്ടി ഈ പിണ്ടത്തെ ഞാൻ ഇതാ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സമ്പ്രദായത്തിൽ ഓരോ പിണ്ടവും സമർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ പിണ്ടവും അന്നമാണ്. അന്നമാണ് ശരീരമായിട്ട് മാറുന്നത്, അല്ലേ? ഈ നാം കാണുന്ന മാംസശരീരം യഥാർത്ഥത്തിൽ തന്നെ അന്നത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഓരോ ചോറുരുളകളും എള്ളിനോടൊപ്പം ചേർത്ത് ഇങ്ങനെ കുഴച്ച് വയ്ക്കുമ്പോൾ ഓരോ ശരീരത്തെയാണ്, എൻ്റെ പരമ്പരയെ തന്നെ ഞാൻ അന്നമൂട്ടി ഇത്രയും കാലം എൻ്റെ ഈ ശരീരം ഭൂമിയിൽ നിലനിർത്താൻ കാരണമായ എൻ്റെ പൂർവികർ
എൻ്റെ പരമ്പരയിൽ എനിക്ക് മുന്നേ വന്ന അച്ഛനും മുത്തച്ഛനും പിതാമഹൻ മാതാമഹൻ തുടങ്ങിയ എൻ്റെ വംശപരമ്പരയിലുള്ള സകല പിതൃക്കളുടെയും അനുഗ്രഹത്തിനായി ഒരു ദിവസം 1 മണിക്കൂർ തികച്ചും ഞാൻ അവർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയോ വലിയ ഉത്തരവാദിത്വമാണ്, ഒരു കടമയാണ് നാം അതിലൂടെ നിർവഹിക്കുന്നത്. അവരുടെ എല്ലാം ഒരനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം രക്ഷപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. കർമ്മദേവതാ അനുഗ്രഹവും അതുപോലെ തന്നെ വാസ്തു ഐശ്വര്യവും ഗൃഹ ഐശ്വര്യവും എല്ലാം ഉണ്ടെങ്കിലും ജാതകത്തിൽ ശുഭകരമായ സമയമാണെങ്കിലും ഈ പിതൃദേവതകളുടെ കോപം തീർക്കേണ്ട പ്രതികൂല അവസ്ഥ ജാതകത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടില്ല. അതുകൊണ്ട് ഈ ഒരു ധർമ്മം അനുഷ്ഠിക്കാൻ ഏറ്റവും ഉതകുന്ന ദിവസമാണിപ്പോൾ. ദക്ഷിണായന കാലഘട്ടത്തിലെ കർക്കിടകം തുടങ്ങി 6 മാസം ദേവന്മാർക്ക് മനുഷ്യരുടെ പോലെയല്ല. ദേവന്മാർക്ക് നമ്മുടെ ഒരു വർഷമാണ് അവർക്കൊരു ദിവസം. അതിൽ മകരം തുടങ്ങി 6 മാസം ദേവന്മാരുടെ പ്രഭാതവും കർക്കിടകം തുടങ്ങി 6 മാസം ദേവന്മാർക്ക് അല്ലെങ്കിൽ പിതൃക്കൾക്ക് രാത്രിയുമാണ്.